നിങ്ങൾ ഈ പേടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ കംഫർട്ടബിൾ സോണുകളൊക്കെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? എൻ്റെ ചെറുപ്പത്തിൽ ഈ അനാക്കൊണ്ട സിനിമ കണ്ടതിന് ശേഷം എനിക്ക് വെള്ളത്തിൽ ഇറങ്ങുന്നത് ഭയങ്കര പേടിയായിരുന്നേ. ഇനി അഥവാ എങ്ങാനും വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അടിക്കൂടെ വന്ന് കഴിച്ചാൽ. പക്ഷെ വലുതാവും തോറും ഈ പേടിക്ക് വലിയ മാറ്റമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കും എൻ്റെ PG ടൈമിൽ കോവിഡ് കാലത്ത്. കോവിഡൊക്കെ ഏകദേശം ഒതുങ്ങിയപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു കുളമുണ്ട്. അപ്പോൾ അവിടെയാണ് എല്ലാവരും വന്ന് നീന്താൻ പഠിക്കാനും നീന്തലൊക്കെ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അന്ന് എനിക്കും നീന്തൽ പഠിക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം പൊട്ടി വളയ്ക്കാൻ. അതിന് മുന്നൊക്കെ ഉണ്ടായിട്ടും ഞാൻ ഈ പേടിയുള്ളത് കൊണ്ട് ഞാൻ കാര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഈ സമയം നമ്മൾ കൂടുതൽ ആൾക്കാരും അറിയല്ലോ, നീ ഇത്രയും പോത്ത് പോലെയൊക്കെ വളർന്നിട്ട് ഇനിയിപ്പോൾ ആര് നീന്തൽ പഠിക്കാൻ. ഇങ്ങനെയുള്ള ഒരുപാട് ഡീമോട്ടിവേഷൻ ആ സമയങ്ങളിൽ എൻ്റെ ചുറ്റുപാടുമുണ്ട്. ഇതൊക്കെ കേട്ടാൽ നമ്മൾ അടങ്ങിയിരിക്കുമോ? ഇല്ല. യൂട്യൂബൊക്കെ നോക്കി പല ആൾക്കാരും നീന്തുന്നതൊക്കെ നോക്കിയിട്ട് സർവ്വധൈര്യം സംഭരിച്ചിട്ട് ഞാൻ തട്ടിപ്പടിച്ച് നീന്തൽ പഠിക്കാൻ തുടങ്ങി. പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ കുളത്തിൻ്റെ ഒരു അറ്റത്തുനിന്ന് മറ്റേ അറ്റത്തേക്ക് നീന്തല്ലോ. അപ്പം അന്ന് ആ സമയത്ത് ഞാൻ ഭയങ്കര പാനിക്കായി. വീണ്ടും എനിക്ക് ഉള്ളിൽ മറ്റേ തോട്ടൊക്കെ വന്നു, ഇനി അടിയിൽ കൂടെ ഞാനോ കൊണ്ട് വന്നാലോ എന്നുള്ളത്. ഇതൊക്കെ എൻ്റെ യാത്രകളിലാണ് കേട്ടോ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഞാൻ ഈ MBA ട്രാവൽ ആൻഡ് ടൂറിസം ഒക്കെ കഴിഞ്ഞ 4 വർഷമായിട്ട് ഈ ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. മേജർലി ഈ ട്രക്കും കൾച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന കുറച്ച് യാത്രക്കാരെ മലകയറ്റലും നാട് കാണിക്കലൊക്കെയാണ് എൻ്റെ. ആദ്യമൊക്കെ എനിക്ക് ഈ നീന്തൽ അറിയാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ലയൻറ്റിൻ്റെ കൂടെയൊക്കെ വാട്ടർഫോൾസിൽ പോകുമ്പോൾ ഞാൻ ജസ്റ്റ് നോക്കി നിൽക്കുകയുള്ളൂ. പക്ഷെ പിന്നീട് ഈ ബേസിക് സ്വിമ്മിംഗ് ഒക്കെ പഠിച്ചതിന് ശേഷം ഐ എം മോർ കോൺഫിഡൻറ്റ്. ഐ ക്യാൻ സേ ഐ ബിൽഡ് മൈ കോൺഫിഡൻസ് എന്ന്. പൊതുവെ ഈ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അതിൻ്റെ ബെസ്റ്റ് പ്ലേസ് നിന്ന് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. കാരണം നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എപ്പോഴും നമ്മൾ ബെസ്റ്റ് ആക്കണം, നമ്മൾ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അങ്ങനെ ലക്ഷദ്വീപിൽ കവരത്തിയിൽ എത്തിയപ്പോഴാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ഡൈവ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അവിടെയുള്ള ഫ്രണ്ടായിട്ടുള്ള സമീർക്ക് അത് ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ മുസ്തൂക്ക വന്നിട്ട് എന്നെ പിക്ക് ചെയ്തിട്ട് വി ഡയറക്ട്ലി വെൻ ടു ഡൈവ്. ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഡൈവ് ബ്രീഫിംഗ് ആണ്. അതിലാണ് നമുക്ക് വെള്ളത്തിൻ്റെ അടിയിൽ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ള സിഗ്നൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത്. അതിനുശേഷം നമുക്കൊരു പ്രാക്ടിക്കൽ സെഷൻ ആയിട്ടുള്ള കൺഫൈൻ സെഷൻ, പിന്നെ നമ്മൾ ഡയറക്ട്ലി ബോട്ടിൽ നമ്മൾ ഡൈവ് സൈറ്റിലേക്കാണ് പോകുന്നത്. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എക്സൈറ്റ്മെൻറ്റും ത്രില്ലും അതിൻ്റെ കൂടെ ടെൻഷനും എല്ലാം കൂടി മിക്സപ്പ് ആയിട്ടുള്ളൊരു ഇമോഷൻ. പിന്നെ ഡൈവിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വിമ്മിങ് അറിയേണ്ട ആവശ്യമില്ല, നമ്മളെ കൂടെയുള്ള ഡൈവ് മാസ്റ്റർ എല്ലാം ടേക്ക് കെയർ ചെയ്തോളൂ. എന്നെ ഈ ഡൈവ് സെൻറ്ററിൽ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു ഡൈവ് മാസ്റ്റർ ആയിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആൻഡ് he showed me the magical world under the sea. 1/2 മണിക്കൂറിൽ ഇനി എന്തൊക്കെയാണ് നടക്കാത്തതെന്ന് എനിക്കറിയാം. ചെറുപ്പത്തിൽ ഈ ആനിമൽ പ്ലാനറ്റിലും ഡിസ്കവറിയിലും കണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുന്നു. നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി എന്തോരം അടിപൊളിയാണെന്നും മലകളെ പോലെ തന്നെ കടലും ഒരുപാട് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട് എന്നുള്ള തിരിച്ചറിവുകളായിരുന്നു. It's true, magic begins where the fear ends. The moment I broke my comfort zone and I found a strong version of me, and at the moment I felt so proud. Not for achieving something, but for believing in myself.